എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരം കിട്ടില്ല. അങ്ങനെ ആളെ പറ്റി അവിടെ ആർക്കും അറിയ പോലില്ല. എന്താ ചെയ്യാ? ആ തെണ്ടി നമുക്കിട്ട് പണി തന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നാളെ അവസാനത്തെ അവധിയാ. അവര് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒന്നില്ല പേപ്പർ അല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ സീനാവും, നാട്ടുകാരുടെ മുന്നിൽ നാറുകയും ചെയ്യും. അതേ മാർഗമുള്ളൂ, വേറെ വഴിയൊന്നും ഇപ്പം ചിന്തിക്കണ്ട. ഒരു 1.5 രൂപ ഞാൻ അറേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മളെ ചൊറ തീർക്കാൻ അത് പോരല്ലോ. എടുക്കണില്ല. ഇനി നമുക്ക് ടൈം തീരെ കുറവാണ് കേട്ടോ. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ നോക്കി. എടാ, എനിക്കൊരു മണ്ടത്തരം പറ്റി. എനിക്കിപ്പോഴാ ഓർമ്മ വന്ന്. വൈഫിന്റെ പേരിലുണ്ടായിരുന്ന പറമ്പ് വിറ്റതിന്റെ അഡ്വാൻസ് കാശുകൊണ്ട് ഞാൻ എൻ്റെ മോൾക്ക് ഒരാഴ്ച മുമ്പ് കുറച്ച് സ്വർണം വാങ്ങിച്ചു. സ്വർണ്ണല്ലേ? അത് വിറ്റാൽ റെഡി ക്യാഷ് അല്ലേ? എന്നാലും ഈ ചൊറ ഇതോട് തീരൂലല്ലോ. ചിലപ്പോ ക്ലാസ്സിലാവും, ഫോൺ എടുക്കുമെന്നറിയില്ല. ഹലോ ഷാഹി, ഞാനാണ്. എന്തൊക്കെ? സുഖാണല്ലോ. പിന്നെ ഞാനെന്താ വിളിച്ചെന്നറിയോ? നമ്മൾ മോൾക്ക് വേണ്ടി വാങ്ങിച്ച സ്വർണ്ണല്ലേ, തൽക്കാലം ഞാനതൊന്ന് എടുക്കാണ്. ആ, ചെറിയൊരു ബുദ്ധിമുട്ട് വന്നടി. അടുത്ത ആഴ്ച നമുക്ക് തിരിച്ചെടുക്കാം. ഓ എടുക്കടാ, അടുത്ത ആഴ്ച ക്ലിയർ ചെയ്യാം. എന്താ വേണ്ടേ? ഇത് എത്രയും പെട്ടെന്ന് കാശാക്കി തരണം. ഓക്കെ. സാറേ, ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയല്ലേ? അത് എത്ര പെട്ടെന്ന്? അതൊക്കെ പിന്നെ പറയാം സുഹൃത്തെ, നിങ്ങളിത് പെട്ടെന്ന് നോക്കി. ശരി സാർ, ഒരു മിനിറ്റ്. ഹലോ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ തിരക്കൊഴിഞ്ഞിട്ട് നിനക്ക് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എന്താ വില നോക്കണേ? ഇന്നത്തെ ഒരു ദിവസം കൂടി അവധി കിട്ടുമോ? അവധിയോ? പിന്നെ ഇന്ന് ലാസ്റ്റാ. ഓല് പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. എന്താ ചീ? സാർ, ഇന്നത്തെ മാർക്കറ്റ് വിലക്കാട്ടിലും കുറച്ച് കുറവുണ്ടാവും. അത് കുഴപ്പമില്ല, അതറിയാം. 1,64,640 രൂപ ഉണ്ടാവും. 1,64,000? അത് അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച 1,97 വാങ്ങിയതല്ലേ. എന്നാലും 10,000 കുറവോ? എന്തായത് സുഹൃത്തെ? ഞാനിത് വാങ്ങി ഉപയോഗിച്ചിട്ട് പോലുമില്ല. വീട്ടിൽ കൊണ്ടുപോയി ഷെൽഫിൽ വെച്ച്. ഇത്ര കുറഞ്ഞ എന്താ ചെയ്യാ? സോറി സാർ, ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റൂല. സെക്കൻഡ് ക്വാളിറ്റി ആയില്ലേ, ഇനി ഇത് പുതുക്കി പണിയണം. എന്താ ഈ കാണുന്ന സ്വർണ്ണൊക്കെ ഒരാഴ്ച മുമ്പേ വിടലല്ലേ? ഇത് ഇതേപോലെ മൂപ്പര അൽമറയിൽ കടന്നു തന്നെ ഉള്ളൂ. സാറേ, ഇതിന്റെ മാക്സിമം ചെയ്യാവുന്നതാണ് പറഞ്ഞത്. ഇനി എന്ത് വേണമെന്നുള്ളത് സാറ് തീരുമാനിച്ചോളൂ. ശരി, എന്നാ കാശാക്കിക്കോളി. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ചെക്ക് തന്നാ മതിയല്ലോ. അല്ലല്ല, അത് നടക്കൂല. അത് പോരല്ലോ മോനെ. ക്യാഷിന് വേണ്ടിയിട്ടാണല്ലോ, നഷ്ടക്കച്ചവടമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ പണിക്ക് നിൽക്കണേ. സുഹൃത്തെ, ആ സ്വർണ്ണം കണ്ടെടുത്താ. എന്താ സാറേ, എന്താ പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, പത്തര. എന്താ സാറേ, എന്താ? ഇങ്ങോട്ട് വാങ്ങും പണിക്കൂലുണ്ട്.
അങ്ങോട്ട് തരുമ്പം പണിക്കൂലില്ലല്ലേ. ഏതായാലും നിങ്ങൾ പുതുക്കി പണിയല്ലേ, ഇനി നന്നായിട്ടാണ് പണി.